ലൈംഗിക സന്ദേശാരോപണത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യോട് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ദുൽഖിഫിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ദുൽഖിഫിൽ, ഈ വിഷയത്തിൽ എന്താണ് യൂത്ത് കോൺഗ്രസിലെ മറ്റ് ഭാരവാഹികളുടെയൊക്കെ അഭിപ്രായം എന്താണ്? തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. ഒരു ആരോപണ വിധേയൻ എന്ന സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തുടരുന്നത് ശരിയാണോ അധ്യക്ഷ സ്ഥാനത്ത്? ഇതില് ആദ്യം നിങ്ങൾ പറഞ്ഞ കമന്റിനോട് പ്രതികരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഈ പാർട്ടിയിലുള്ള ആളുകളാണ്. ഞങ്ങൾക്കൊന്നും ആ വാർത്ത ഇതുവരെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അത് തീരുമാനിക്കാനെങ്കിലുമുള്ള ഒരു അവകാശം ഞങ്ങൾ വിട്ടുതരണം. രണ്ടാമത്, ഈ വെളിപ്പെടുത്തിയ യുവതി, ആ യുവതി ആരുടെയും പേര് പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ആ യുവതി പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ ദുൽഖിഫിൽ. ഇതാരിലേക്കാണ് ഈ ആരോപണ മുന നീണ്ടു ചെല്ലുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി പേര് പറഞ്ഞില്ല എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ പിടിച്ചുകൊണ്ടാണോ നിങ്ങളുടെ അടുത്ത ന്യായീകരണങ്ങൾ? അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക? ഇന്നലെ പത്രപ്രവർത്തകന്മാർ തന്നെ ചോദിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണോ? നോ കമന്റ്സ് എന്നാണ് പറഞ്ഞത്. ആ നോ കമന്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹമാണോ? പിന്നെ ആ കുട്ടി പറഞ്ഞ എന്താണ്? MLA ആണ്, യുവാവാണ് എന്നൊക്കെ MLA ആണ്, അടുത്ത കാലത്ത് ഇങ്ങനെ ഉയർന്നു വന്ന നേതാവാണ്, അടുത്ത കാലത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്, റീൽസിലൂടെ വന്നയാളാണ്, ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പറയുമ്പോൾ ഒന്നില്ല നിങ്ങൾ പറയുക, അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരി, താങ്കൾ പറയൂ, ദുൽഖിഫിൽ പറയൂ. അപ്പൊ അതില് നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ടത്, അത് കാടടിച്ച് വെടിവെക്കുന്ന ഒരു സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്. അത് MLA-മാരുടെ പേര് പറയുക, ഇന്ന ആളെ പേര് പറയാതിരിക്കുക, ആരോപണം ആർക്കും ഉന്നയിക്കാം. അത് തുറന്നു പറച്ചിൽ ആർക്കും തുറന്നു പറയാം. ആ തുറന്നു പറയുന്നതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് അനാവശ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് അവർ പറഞ്ഞിട്ടില്ല. പറയുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, ഇനി ഞാൻ സംസാരിക്കട്ടെ. അതായത് ഇപ്പോൾ ഇന്നലെ തന്നെ അവർ പറയുന്നുണ്ട്, ഇന്നും ആവർത്തിക്കുകയാണ്, അതായത് ഈ അടുത്ത കാലത്ത് MLA ആയ നേതാവ്, റീൽസിലൂടെ ഉയർന്നു വന്ന നേതാവ്, ഹൂ കെയർസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ വ്യക്തമാണല്ലോ ദുൽഖിഫിൽ. പിന്നെ മറ്റൊന്ന്, കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഒരു എഴുത്തുകാരി ഹണി, താങ്കളത് കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു, പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ആരോപണങ്ങൾ അവരും ഉന്നയിക്കുകയാണ്. ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഹണി പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ഇതിനു മുൻ ഇടതുപക്ഷമാണ് എന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആശയത്തോട് യോജിപ്പില്ല എന്നും അദ്ദേഹം മെസ്സേജ് അയച്ചു എന്നും, മെസ്സേജ് അയച്ചപ്പോൾ അത് ആ രീതിയിലേക്കുള്ള മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ തരത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് മെസ്സേജ് അയക്കുന്നു, അതിനുശേഷം ഇവരെ കുറിച്ച് മോശം പറയുകയാണ്, അങ്ങോട്ടേക്ക് സമീപിച്ച് മെസ്സേജ് അയക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവരെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെ ധാരാളം ആരോപണങ്ങൾ മറ്റ് സ്ത്രീകൾ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ എന്നൊക്കെ ഇവർ പറയുന്നത് താങ്കൾ കേട്ടില്ലേ? അല്ല, നമ്മുടെ രാജ്യത്ത് ഒരു നിയമ സംവിധാനമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു തരത്തിലുള്ള പരാതിയും കൊടുക്കാതെ, ആളുടെ പേര് പറയാതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ച് ഇതിൽ മുതിർന്ന നേതാക്കളോടൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് റിനി ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും അതും താങ്കൾ കേട്ടില്ലേ? മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവാണ് പറയേണ്ടത്. ഞാൻ അത് പറയാനുള്ള അവകാശം എനിക്കില്ല, റൈറ്റ് എനിക്കില്ല. ശരി, അപ്പോൾ ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് പറയൂ ദുൽഖിഫിൽ. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട്? യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത്, ഇപ്പം ഈ ആരോപണം ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിന് ഒരു പൊടുങ്ങനെ ഒരു ആരോപണം വരിക, എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ ചർച്ചകൾ നടക്കുക. അപ്പൊ ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരാളുടെ പേര് പറയാതെ ആ പറയുന്ന പേഴ്സൺ ഇത് സ്വീകരിക്കണമെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ശരി, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. പക്ഷേ ഈ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ നടന്ന വാട്സാപ്പ് ചാറ്റുകളുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ദുൽഖിഫിൽ. അതിൽ അങ്ങനെയൊന്നും അല്ല സ്നേഹ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അത് ഇന്റേണലായിട്ട് നടക്കുന്ന ചർച്ചകളല്ലേ? ആ ഇന്റേണലായി നടക്കുന്ന ചർച്ചകൾക്ക് അതിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളല്ലേ? അതിൽ പല അഭിപ്രായങ്ങളും പറയും, സ്വാഭാവികമല്ലേ? പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കും. ചർച്ചകളൊക്കെ നടന്ന ആ ചർച്ചയുടെ
ഭാഗമായിട്ട് അവസാനം ഒരു തീരുമാനം വരും. ആ തീരുമാനം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ശരി, നന്ദി ദുൽഖിഫിൽ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.